നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും തോട്ടകളും പിടികൂടിയ കേസിൽ വഴിത്തിരിവ്. 17 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ തങ്കച്ചനെ കേസിൽ കുടുക്കുകയായിരുന്നു. 24 വാർത്ത വഴിത്തിരിവായതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. മദ്യവും തോട്ടകളും തങ്കച്ചന്റെ വീട്ടിലെത്തിച്ച മരക്കടവ് സ്വദേശി പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 22-നാണ് പെരിക്കല്ലൂർ കാനാട്ടുമലയിൽ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലാണ് വഴിത്തിരിവ്. തോട്ടകളും മദ്യവും വീട്ടിലെത്തിച്ച് തങ്കച്ചനെ കുടുക്കിയ മരക്കടവ് സ്വദേശിയും നിർമ്മാണ കോൺട്രാക്ടറുമായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിട്ടയക്കാൻ പോലീസ് നൽകിയ അപേക്ഷ കോടതി അംഗീകരിച്ചതോടെ തങ്കച്ചൻ ജയിൽ മോചിതനായി. DCC പ്രസിഡന്റ് ND അപ്പച്ചന് വരെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തങ്കച്ചൻ. ഇത് പാർട്ടിയിലുണ്ടായ ഒരു പിണക്കമാണ്, ഒരു ഗ്രൂപ്പ് വഴക്കല്ല. ഇവര് കുറച്ചു പേര് കൂടി, മണ്ഡലം പ്രസിഡന്റ്, ഒരു വക്കീലായ DCC സെക്രട്ടറി, ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത്. എന്നോട് അന്ന് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കൂല എന്ന് പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റായ ND അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് തങ്കച്ചനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള കാരണം. 24 വയനാട്. പോലീസ് മർദ്ദനത്തിന്റെയും കൈക്കൂലി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പ്. തൃശൂരിലെ പീച്ചി, കുന്നംകുളം, കോഴിക്കോട്ടെ കുറ്റിക്കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിക്കൂട്ടിലായത്. UDF ഭരണകാലത്ത് പത്തനംതിട്ടയിലെ കോന്നി CI ആയിരുന്ന നിലവിലെ ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ പരാതിയുമായി മുൻ SFI നേതാവും രംഗത്തു വന്നു. കാക്കിയിട്ട കാപാലികതയാണ് പലയിടത്തു നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. 2023 മെയ് 24-ന് പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉടമയുടെ മകനെയും മാനേജരെയും SI രതീഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ ഹോട്ടൽ മാനേജർ ഔസേപ്പിനെ വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തായി. പണം പോലീസ് വാങ്ങിയെന്ന് ഔസേപ്പ് ആവർത്തിക്കുന്നു. ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ SHO എടുക്കും, 2 ലക്ഷം രൂപ ഈ ദിനേഷ് എടുക്കും. കുന്നംകുളത്തെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ പുറത്താക്കണമെന്ന് പരാതിക്കാരൻ സുജിത്ത് ആവശ്യപ്പെട്ടു. ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ സർവീസിൽ തുടരാൻ ഒരു അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഈ 4 പേരുൾപ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട്. 2012-ൽ മധു ബാബു നടത്തിയ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് ജയകൃഷ്ണൻ വിവരിച്ചു. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം നമ്മൾ തിരിച്ചു പോലീസിനെതിരെ ഇങ്ങനൊരു സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ 100 വട്ടം നമ്മളെ പോലീസ് റിമാൻഡ് ചെയ്യും, നമുക്കെതിരെ കേസെടുക്കും. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുന്നംകുളം പോലീസിന്റെ മർദ്ദനത്തിനിരയായ സുജിത്തിനെ ഇന്ന് സന്ദർശിക്കും. പോലീസിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും വിമർശനവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് 24. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിശ്വാസ സംഗമം അതിന്റെ വഴിക്ക് നടക്കട്ടെയെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നത് ബാലിശമാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ശബരിമല വികസനമാണ് ലക്ഷ്യമെന്നും അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിലായിപ്പോയെന്നേ ഉള്ളൂവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. അതൊരു വഴിക്ക് നടക്കട്ടെ, ഞങ്ങളുടെ സംഗമം വേറൊരു വഴിക്ക് നടക്കും. അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി മാറും. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒരു കാരണവശാലും ഇല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയണമായിരുന്നു, എന്താ ഇത്രയും കാലം പറഞ്ഞില്ല? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ക്ഷണം സ്വീകരിച്ച KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പൂർണ്ണ പിന്തുണ അറിയിച്ചു. 24 തിരുവനന്തപുരം.
ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ ഗുരുവിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹ്യ പരിഷ്കരണത്തിനും തുടർ വിദ്യാഭ്യാസത്തിനുമുള്ള ഗുരുവിന്റെ ആഹ്വാനം തലമുറകളെ പ്രചോദിപ്പിക്കുന്നു. സമത്വം, കാരുണ്യം, സാർവത്രിക സാഹോദര്യം എന്നിവയെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങൾ എല്ലായിടത്തും പ്രതിധ്വനിക്കുകയാണെന്നും പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരെയാണ് ശ്രീനാരായണ ഗുരു സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇപ്പോഴും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നു. ഭിന്നിക്കുമ്പോൾ മുതലെടുക്കുന്നത് ചിലരാണ്. ശ്രീനാരായണ ഗുരുദർശനം മുറുകെ പിടിക്കുന്ന പൊതുപ്രവർത്തകനായി എന്നും ഉണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യനെ തമ്മിലടിപ്പിക്കരുത്. സത്യത്തിൽ അദ്ദേഹം പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനെതിരായി. വിദ്വേഷത്തിന്റെ പ്രചരണമാണെന്ന് നടന്നിരുന്നത്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി പരസ്പരം പോരടിപ്പിച്ച് മനുഷ്യർ തമ്മിൽ സ്വയം കൊന്നൊടുക്കുന്ന, ഇല്ലാതാക്കുന്ന, പരസ്പര ബഹുമാനമില്ലാത്ത ഒരു കാലത്ത് നിന്ന് ദൈവത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ തമ്മിലടിക്കാനുള്ളതല്ല. കൊല്ലം ചവറയിൽ തിരുവോണനാളിൽ ദളിത് കുടുംബത്തെ ആക്രമിച്ച ലഹരി സംഘത്തിലെ 8 പേർ പിടിയിൽ. അസഭ്യവർഷം ചോദ്യം ചെയ്തതോടെയായിരുന്നു ലഹരി സംഘത്തിന്റെ ആക്രമണം. അക്രമി സംഘം ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ പുറത്തുവന്നു. അതേസമയം പ്രധാന പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണമുയർന്നു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു കൊല്ലം ചവറയിൽ സ്ത്രീകളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് വീട്ടിൽ അതിക്രമിച്ചു കയറി ലഹരി സംഘം അക്രമം അഴിച്ചുവിട്ടത്. പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരിച്ചുകൊണ്ട് പോയി. ആരാടാ അത് എന്നും പറഞ്ഞ് ചോദിച്ച് ആ ഒരു വാക്കേ ചോദിച്ചിട്ടുള്ളൂ. വീട്ടിൻ്റെ ബാക്ക് വശത്തിലൊരു വീട്, പഴയ വീടുണ്ട്. ആ വീട്ടിൽ ആളതാമസം ഇല്ലാത്തതാണ്. ആണും പെണ്ണും എല്ലാ എണ്ണവും കയറിയിരുന്ന് അവിടെയാണ് വെള്ളം ഒടിക്കുന്നത്. ഇവന്മാരെല്ലാവരും കൂടെ അവിടുന്നും ബൈക്ക് വന്നവരും എവിടെ നിന്നാണ് ഇത്രയും പേര് ഓടിച്ചാടി വന്നെന്നൊന്നും എനിക്കറിയാൻ വയ്യ. കേൾക്കാൻ പറ്റാത്ത ചീത്ത വിളിക്കുകയാണെങ്കിൽ ഒരാൾ ജാതിയെ പറ്റിയിട്ടാണ് ചീത്ത വിളിക്കുന്നത്. 6 വയസ്സുകാരി മുതൽ 35കാരി വരെ ലഹരി സംഘത്തിന്റെ മർദ്ദനത്തിനിരയായി. വിരുന്നെത്തിയവരടക്കം 11 പേർക്കും പരിക്കേറ്റു. 25 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കൊണ്ടുപോയി അടിക്കും, നമ്മുടെ കൺവെട്ടത്തിൽ നിന്ന് കൊണ്ടുപോയി അടിക്കുമായിരുന്നു. അങ്ങനെ ചേട്ടനെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ കൊണ്ടിട്ട് അടിച്ചത്. ഇതിനിടെ അക്രമി സംഘത്തിന്റെ പരസ്യ ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാതി പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് കുടുംബം പറയുന്നു. 24 കൊല്ലം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളെ നാളെ. വിവിധ പുലിമടകളിൽ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലിച്ചായം അരക്കലും ചമയങ്ങൾ ഒരുക്കലും തുടങ്ങി ഒരുക്കങ്ങൾ തകൃതിയാണ്. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് സീതാറാം മിൽ ദേശത്തിന്റെ പുലിമടയിലാണ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം തകൃതിയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഈ തൃശൂർ സ്വരാജ് റൗണ്ടിനെ കീഴടക്കാൻ പുലികൾക്കുള്ളൂ. അപ്പോൾ സ്വാമി, എന്തായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. ഇനി രാത്രി ഒരു മിനുക്ക് പണിയുണ്ട്. അത് കാലത്ത് വരെ ഉണ്ടാവും. അത് കാലത്ത് 6 മണി തൊട്ട് പുലി വരെ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ അരച്ച് കഴിഞ്ഞു. നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ അരച്ച് കഴിഞ്ഞു. നാളെ തൊട്ട് തുടങ്ങുക അതിൻ്റെ പരിപാടി. ടാബ്ലോ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ഇത്തവണത്തെ പുലികൾ എങ്ങനെയായിരിക്കും? ഈ വട്ടത്തെ പുലികൾ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചകളാവും നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടിപ്പുലികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ നല്ലൊരു സംഘം ഞങ്ങൾ ഈ വട്ടം ഇവിടെ പ്രദർശിപ്പിക്കും. ഈ പുലിയുടെ വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ പുലികൾ കാണാത്ത വയറുകളാവും ഈ കൊല്ലം നമ്മുടെ ദേശത്തിൻ്റെ ഇറക്കണ സീതാറാം ദേശത്തിൻ്റെ പുലികൾ വരാം. ഇന്ന് വരെ കാണാത്ത സാധനങ്ങളാവും. അത്ര വലിയ വയറാണ്. ഡബിൾ വയറന്മാരാണ് ഇപ്രാവശ്യം. ഒരു പ്രത്യേകതയാ. അത് ആരും ഇറക്കാത്തതാ. അത് ഞങ്ങൾ ഇറക്കുന്നുണ്ട് പ്രാവശ്യം. നമുക്കൊരു ആർപ്പുളിച്ചങ്ങ് തുടങ്ങിയാലോ? എന്തായാലും കുറേയേറെ സസ്പെൻസുകളോട് കൂടിയാണ് സീതാറാം മിൽദേശം തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു മടകളിലും പുലികൾ അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഗുരുവചനങ്ങൾ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യൻ എന്താണെന്നും മതം എന്താണെന്നും ദൈവഭാവന എന്താണെന്നുമൊക്കെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു തിരുജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരുവിൻ്റെ
മാറുന്ന കാലത്തെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുന്നതിനും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഗുരുദർശനത്തെ വക്രീകരിക്കാനും ഗുരുവിനെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചില നടത്തുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആവശ്യമായി വരികയാണ്. കാർലോ അക്യൂത്തിസിനെയും പിയറി ജിയോർജിയോ ഫ്രസാറ്റിനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച ലിയോ 14 മാർപ്പാപ്പ. വിശ്വാസ പ്രചാരണത്തിന് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയ കാർലോ അക്യൂത്തിസ് ഈ പദവിയിലെത്തുന്ന ആദ്യ മില്ലേനിയൽ തലമുറയാണ്. മില്ലേനിയൽ കാലഘട്ടത്തിൽ ജനിച്ച് വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന ആദ്യ വ്യക്തിയാണ് കാർലോ അക്യൂത്തിസ്. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് ക്രൈസ്തവ സഭ അംഗീകരിച്ച അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയ കാർലോയുടെ വെബ്സൈറ്റ് പ്രശസ്തി പിടിച്ചുപറ്റിയിരുന്നു. ഇറ്റാലിയൻ കാത്തലിക് പ്രചാരകനും തേർഡ് ഓർഡർ ഓഫ് സെയിന്റ് ഡൊമിനിക് അംഗവുമായിരുന്ന ജിയോർജിയോ ഫ്രസാറ്റിയാണ് ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട രണ്ടാമൻ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഫ്രസാറ്റിയും വിശുദ്ധനായി ഉയർത്തപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. മലയാളത്തിന്റെ നടന വിസ്മയം മമ്മൂട്ടിക്ക് ഇന്ന് 74ാം പിറന്നാൾ. മമ്മൂട്ടിക്ക് ചെറുതും വലുതുമായ നിരവധി ആരാധകരുണ്ട്. അക്കൂട്ടത്തിൽ കൊച്ചിയിലെ ഒരു ആരാധികയെ പരിചയപ്പെടാം. ഇക്കഴിഞ്ഞ പിറന്നാൾ ദിനത്തിലാണ് ഈ ആരാധിക മമ്മൂട്ടിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയത്. 74ാം പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇങ്ങ് പൊന്നൂരിനിലുമുണ്ടൊരു ആരാധിക. ഈ ആരാധിക കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അത് മറ്റാരുമല്ല, 108 വയസ്സ് പിന്നിട്ട ഫിലോമിനയാണ്. പൊന്നൂരിനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പനങ്ങാട് സ്വദേശിയാണ്. അമ്മച്ചി, മമ്മൂട്ടിയുടെ പിറന്നാളാണ്. അപ്പം മമ്മൂട്ടിനെ കാണാൻ ആഗ്രഹമുണ്ടോ? മക്കളെ, എന്തുകൊണ്ടാ മമ്മൂട്ടിയോട് ഇത്ര സ്നേഹം? ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമല്ല. ഇവരുടെ മകനാണ് ജോണി. ഇദ്ദേഹം നമ്മളോട് സംസാരിക്കും. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അമ്മ കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു ആഗ്രഹം സംബന്ധിച്ചിട്ട്. അപ്പോൾ എപ്പോഴാണ് മമ്മൂട്ടിയുടെ ഒരു ആരാധികയായി മാറിയത്? അമ്മയ്ക്കെന്ന് വെച്ചാൽ മോൻ മമ്മൂട്ടിയുടെ ഒരു ആരാധന. അവനാണ് ആ ബിഗ് ബീഡ്. അപ്പം അത് ഞാനും കൂടി അറിഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാനന്ന് അമേരിക്കയിലായിരുന്നു. ഞാൻ ഷെഫാണ് എൻ്റെ പ്രൊഫഷൻ. കഷിയപ്പോൾ അങ്ങനെ ബിഗ് ബീഡ്സ് അപ്പോൾ എടുത്ത് എനിക്ക് ഇട്ട് തന്നപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ഇഷ്ടക്കുറവിൻ്റെ ഒന്നുമില്ല, ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞ് അമ്മ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം. അതുപോലെ ഇങ്ങനെ മമ്മൂട്ടിയുടെ സിനിമകളിൽ വലിയ ആരാധികയായിരുന്നു. കാണുമായിരുന്നു. പനങ്ങാട്ടൊക്കെ വെച്ച് കാണും. ഇവിടെ എറണാകുളത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം എന്താ പോയിട്ടുള്ളൂ. പനങ്ങാട്ട് ഞങ്ങൾ പോകും. അന്നത്തെ മീഡിയ അതല്ലേ ഉള്ളൂ, ഈ ടി വി ഇല്ലല്ലോ. അങ്ങനെ കാണുമായിരുന്നു. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. പിന്നെ പുള്ളിയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഈ പത്രം വായന, അതാണ് പുള്ളിയുടെ ഇത്. പിന്നെ ടി വി, ഇപ്പം ടി വി കാണാറില്ല അങ്ങനെ. നടന്മാരുടെ സിനിമയേക്കാൾ കൂടുതൽ പഴയ മമ്മൂട്ടിന്റെ സിനിമകളൊക്കെയാണ് കാണേണ്ടതല്ലേ? അത്രേ ഉള്ളൂ. മമ്മൂട്ടി, മോഹൻലാൽ, സത്യൻ, അതൊക്കെയല്ല ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിൻ്റെ. അമ്മക്ക് പണ്ട് ഈ തിയേറ്ററിൽ അന്നൊക്കെ ഇരുന്നാ കാണണം, നിലത്ത് മണ്ണിൽ. ഞങ്ങളൊക്കെ മണ്ണിലിരുന്ന് 20 പൈസ അങ്ങനെ ഞങ്ങൾ കണ്ടേക്കണ. ഒത്തിരി മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അമ്മ? കണ്ടിട്ടുണ്ട്, ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്തായാലും വിശ്രമ ജീവിതത്തിന് ശേഷം പിന്നീട് സിനിമാ തിരക്കുകളിലേക്ക് മമ്മൂട്ടി കടക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു അമ്മച്ചിയുടെ ഒരു വലിയ ആഗ്രഹം ഇപ്പോൾ പങ്കുവച്ചത് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത്. ഇനി മമ്മൂട്ടി ഏതെങ്കിലും വിധത്തിൽ ഇത് അറിയുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പൊന്നൂരിൽ നിന്ന് ക്യാമറമാൻ സ്വാതി കൃഷ്ണക്കൊപ്പം നിതിനംബുജൻ, 24. കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനലിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വെടിക്കെട്ട് തുടക്കം. 2 വിക്കറ്റിന് 80 റൺസ് പിന്നിട്ടു. വിനൂപ് മനോഹരന്റെ അതിവേഗ അർദ്ധ സെഞ്ചുറിയാണ് കൊച്ചിക്ക് മികച്ച തുടക്കം നൽകിയത്. 20 പന്തിലാണ് വിനൂപ് അർദ്ധ സെഞ്ചുറി പിന്നിട്ടത്. ടോസ് നേടിയ കൊല്ലം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കിരീടം നിലനിർത്തുകയാണ് കൊല്ലത്തിന്റെ ലക്ഷ്യമെങ്കിൽ കന്നിക്കപ്പിലാണ് കൊച്ചിയുടെ കണ്ണ്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചനയിൽ യൂട്യൂബറും ലോറി ഉടമയുമായ മനാഫിനെ പ്രത്യേക അന്വേഷണ സംഘം നാളെ ചോദ്യം ചെയ്യും. ചെന്നൈയെ ഹാജരാക്കിയ തലയോട്ടിയുടെ ആധികാരികത സംബന്ധിച്ച പരിശോധനയ്ക്കിടയിലാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. അതിനിടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ മനാഫിനെതിരെ ഉടുപ്പി പോലീസ് കേസെടുത്തിട്ടുണ്ട്.
മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചനയിൽ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് മനാഫിനെയും SIT സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൽ മനാഫ് ധർമ്മസ്ഥലയിലെത്തി നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ മനാഫ് പലപ്പോഴായി കണ്ടിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും മനാഫ് പറഞ്ഞിരുന്നു. അതിനിടെയാണ് മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഉടുപ്പി പോലീസ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പോലീസ് നിർദ്ദേശം. മതസ്പർദ്ധ വളർത്തി എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള കേസ്. 2 മാസത്തോളം ഈ FIR എനിക്ക് തരാതെ ഇപ്പം പെട്ടെന്ന് എനിക്ക് ഈ FIR ഇപ്പം കൊണ്ടുതരുന്നു. SIT വിളിപ്പിച്ചിരിക്കണ്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. SIT കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ ചിന്നയ്യെ ബെൽത്തങ്ങാടി കോടതി റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രിയോടെ ഇയാളെ ശിവമൊഗ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.